ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതെൻ്റെ മോള് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ കറിവേപ്പില. അവൾ കളിക്കാൻ പോയപ്പോൾ എവിടെന്നോ കിട്ടിയതല്ല, മരങ്ങളൊക്കെ മുറിച്ച് തള്ളിയിട്ടുണ്ട് കേട്ടോ, ലൈമന്മാർ. അപ്പോൾ പിന്നെ അതിന് കിട്ടിയതാണ്, കളത്തുനിന്ന് കിട്ടിയത്. നല്ല മണമുണ്ട് കേട്ടോ. ഞാൻ അമ്മൻ്റെ അടുത്ത് പൊട്ടിച്ചു കൊണ്ടുവരണമെന്ന് പറയാൻ വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോഴേക്കും അത് കിട്ടി. പൊട്ടിച്ചിട്ടൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാമല്ലോ, പിന്നെ നമുക്കത് കുറേ ഉപയോഗിക്കാമല്ലോ, അതുവരെ കേട് വരില്ല. പിന്നെ ഞാൻ പെരിങ്ങോട്ടുകുറിശ്ശിക്ക് പോയിട്ടുണ്ടായിരുന്നു. ബാങ്കിക്കൊന്ന് പോകണമായിരുന്നു മോളിൻ്റെ അക്കൗണ്ടിന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് പോയി വരുമ്പോൾ ഞാൻ എന്താ കപ്പ മേടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല കപ്പയാണ് ഇട്ടത്. കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആൾക്കൊരു കഷ്ണം ഇട്ട് കൊടുത്തു. ആൾ എന്ത് കൊടുത്താലും ചടചടാന്ന് കൊത്തി തിന്നോളും. ഞാനൊരു കഷ്ണം തിന്നു, കുഴപ്പമില്ല. നല്ലൊരു കിഴങ്ങാണ് കേട്ടോ. ചോറൊക്കെ തിളപ്പിച്ചൂറ്റി പണികളെല്ലാം ഒരുങ്ങി അപ്പോഴേക്കും എന്താ ഏട്ടൻ കപ്പൻ്റെ കൂടെ കഴിക്കാനുള്ള കറിക്കുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് എണ്ണക്കടിയും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഈ ബോണ്ട. അത് ഞാനത് കഴിച്ചു കേട്ടോ. ഇന്നൊരു മുറി എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എന്താണ്ടേ കപ്പ വേവിച്ചൊക്കെ വെച്ചായിരുന്നു. അത് ഉടയ്ക്കുന്ന ജോലി ഏട്ടനിക്കാണ് കേട്ടോ. ഏട്ടൻ നല്ലതുപോലെ അത് ഉടച്ചെടുത്തോളും. നമുക്ക് പിന്നെ അത്രയുള്ള ആരോഗ്യമൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ആ പണി ഏട്ടൻ പിന്നെ അതൊക്കെ ശരിയാക്കി തരുമ്പോഴേക്കും എന്താണ് കുട്ടികളെ ഒന്ന് നോക്കട്ടെ പറഞ്ഞ് വെളിയിൽ വന്നപ്പോൾ അവർ ഫോണിൽ നല്ല കളി. കൂട്ടത്തിൽ അമ്മയുണ്ട്. എന്താ ചെയ്യാല്ലേ, അവർ നല്ല കളിയാണ്. പഠിക്കണം എന്നുള്ള ബോധമൊന്നുമില്ല. പിന്നെ ശനിയാഴ്ചയല്ലേ എന്ന് വിചാരിച്ച് ഞാനും വെറുതെ വിട്ടു. അല്ലെങ്കിലൊക്കെ ഇരുന്ന് പഠിക്കും. അപ്പോൾ പിന്നെ ഞാൻ അവരോട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് നേരെ പിന്നെ ഉള്ളിലോട്ട് പോയി ബാക്കിയുള്ള പണികളെല്ലാം നോക്കിയതിന് ശേഷം ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. തൻ്റെ ചിക്കൻ ഫ്രൈ ചെയ്തൊരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മസാല ഉണ്ടാക്കിയ ചീഞ്ചട്ടിയിൽ ഒരാളൊരു കള്ളത്തരം ചെയ്യേണ്ട കേട്ടോ. കാണിച്ചു തരാം. ഇത് കണ്ടോ, ചീഞ്ചട്ടിയിൽ കപ്പിയിട്ട് കുഴച്ചിട്ട് ദാണ്ടേ കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചട്ടിയും കൊണ്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു എവിടേക്ക് ഓടണം, ഇവിടെ കൊണ്ടുപോകാൻ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചിട്ട് വിളിച്ച് വരുത്തിയതാണ്. മോൾക്ക് കൊടുത്തു. മോൾക്ക് ദാണ്ടേ ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ പിന്നെയും കാട്ട് പറഞ്ഞ് ചോദിച്ച് മേടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും കാട്ട്, ഞാനും നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ. ആദ്യമായിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനും എടുത്ത് എനിക്കും തരുന്നുണ്ട്. ഞാനും അതങ്ങോട്ട് കഴിച്ചു. പിന്നെ അമ്മ അവിടെ കിടക്കണം, പിന്നെ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളത് കഴിച്ചും കൊണ്ട് പിന്നെ കറി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അടുപ്പത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം റെഡിയായി. കപ്പ കുത്തി ഉടച്ചതും കറിയും ചിക്കൻ കറിയും പിന്നെ രാവിലത്തെ ഇഡലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കണം. അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ ബാക്കിലിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. മോളൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. മോൾക്കിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ചോറ് കഴിക്കില്ല. അവൾ ചോറാട്ടം എടുത്ത്, ഞങ്ങൾ കപ്പയൊന്നും എടുത്തില്ല. അവൾക്ക് എന്തുണ്ടെങ്കിലും ചോറ് വേണം. എന്ത് പലഹാരമാണെങ്കിലും ചോറ് വേണം. ചോറുണ്ടിട്ട് വേണമെങ്കിൽ ഒന്നോ രണ്ടോ കുറച്ച് പലഹാരം കഴിക്കായിരിക്കും. പക്ഷെ ചോറ് അവൾക്ക് ഫസ്റ്റ് എന്തായാലും ചോറാണ്. എൻ്റെ ചൂട് പാർന്ന കറി, കപ്പ ഉടച്ചതും ഇതാണ്ട് ചിക്കൻ വറുത്തിട്ട് ഉണ്ടാക്കിയൊരു മസാലയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്തതാണ്. നമ്മളെപ്പോഴും ഒരേപോലെ ചിക്കൻ കറി വെക്കുകയല്ലേ എന്ന് വിചാരിച്ച് ചിക്കൻ വറുക്കാറുണ്ട്, ഇങ്ങനെ ആക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി നോക്കിയതാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. നിങ്ങൾ കഴിച്ചു, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അത് അമ്മ ബാക്കിലിരുന്ന് കഴിക്കേണ്ട, ആൾക്ക് ചോട്ടിലിരുന്ന് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ചോട്ടിലിരുന്ന് കഴിച്ചാൽ തൃപ്തിയാവുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.